റോഷിപാൽ തുടരുക. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OG ജനീഷ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. OG ജനീഷ്, ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് PSC ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി ജനറൽ വിഭാഗത്തിൽ അത് 40 ഉയർത്തിയിരിക്കുന്നു. മറ്റ് സംവരണ വിഭാഗങ്ങളിലും ഇതുപോലെ തന്നെ ഉയർത്തിയിട്ടുണ്ട്. സർക്കാർ നീക്കത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പ്രായപരിധി വർദ്ധിപ്പിക്കാത്തതായിരുന്നില്ലല്ലോ PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സംസ്ഥാനത്തിനകത്ത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതും ഒഴിവുകളിൽ നിയമനങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 1-ാം റാങ്ക് കരസ്ഥമാക്കിയ ഉദ്യോഗാർത്ഥിക്ക് ജോലി ലഭിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ പ്രായപരിധി വർദ്ധിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു പരീക്ഷ എഴുതാമെന്നുള്ളതല്ലാതെ ആ ഉദ്യോഗാർത്ഥികളുടെ ഇപ്പോഴത്തെ നഷ്ടം നികത്തപ്പെടുന്നില്ലല്ലോ. എത്രയോ റാങ്ക് ലിസ്റ്റുകൾ കാലാവധി കഴിയപ്പെട്ടുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് PSC ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകളിൽ പ്രായപരിധി പിന്നിട്ട് അവസാന വട്ട പരീക്ഷ എഴുതി നിൽക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഇതൊരു ആശ്വാസമായി തോന്നിയേക്കാമെങ്കിൽ കൂടി ആത്യന്തികമായി ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റുകളിൽ ഇപ്പോൾ റാങ്ക് പട്ടികയിൽ പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന്റെ ഭാഗമായി എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നുണ്ടോ? ഈ പറയപ്പെടുന്ന ഒഴിവുകൾ നികത്താത്തതിന്റെ എന്തെങ്കിലും പ്രയാസത്തിൽ നിന്ന് അവർക്കൊരു മോചനം ഉണ്ടാകുന്നുണ്ടോ? 58 വയസ്സ് വിരമിക്കൽ പ്രായത്തിൽ നിന്ന് 60 വയസ്സാക്കി ഇതിനോടൊപ്പം തന്നെ സർക്കാർ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഘട്ടങ്ങൾ കൂടിയൊക്കെ കൂട്ടിവെച്ച് വേണം പരിശോധിക്കാനായിട്ട്. 58 വയസ്സിൽ നിന്ന് 60 വയസ്സിലേക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുകയും മുൻകാല പ്രാബല്യത്തോടു കൂടി വർദ്ധിപ്പിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി റിട്ടയർ ചെയ്തു പോയ ആളുകളടക്കം തിരിച്ചു വന്ന കസേരകളിൽ വീണ്ടും ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായി. 35,000-ഓളം തൊഴിലവസരങ്ങളാണ് 185 കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ സംസ്ഥാനത്തിനകത്ത് ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നത്. അപ്പൊ അത്തരം ആളുകളെ സംബന്ധിച്ച് PSCയുടെ റാങ്ക് പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ള അവസാനമായ ഒരു റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇനിയൊരു പരീക്ഷ എഴുതാൻ അവസരമില്ലാതിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എഴുതാനുള്ള അവസരം കിട്ടിയെന്നുള്ളതല്ലാതെ എഴുതി അർഹതപ്പെട്ട റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അർഹതപ്പെട്ട തൊഴിൽ ലഭിക്കുന്നതിന് ഇത് ഗുണകരമാകുന്നില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു നിൽക്കുമ്പോൾ സർക്കാർ കാണിക്കുന്ന ഒരു പൊടിക്കൈയുടെ ഭാഗമായി മാത്രമേ കണക്കാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ OG ജനീഷ്. റോഷിപാൽ, അതാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇത്തരത്തിൽ യുവാക്കളെ കയ്യിലെടുക്കാനുള്ള ഉദ്യോഗാർത്ഥികളെ കയ്യിലെടുക്കാൻ ഒരു തന്ത്രം മാത്രമാണെന്നുള്ള വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുമുണ്ട്. റോഷിപാൽ, ശരി, ഇപ്പോൾ ജനറൽ കാറ്റഗറിയിൽ 40 വയസ്സ് വരെ ആയിരിക്കും PSC അപേക്ഷ നൽകാനുള്ള പ്രായപരിധി ഉയർത്തുന്നു. റോഷിപാൽ ചേരുകയാണ്. റോഷിപാൽ, OG ജനീഷ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകളുടെയൊക്കെ പ്രതികരണം വരുമ്പോൾ ഇത് ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസകരമായി തോന്നാമെങ്കിൽ പോലും ഒരു പൊടിക്കൈ, കണ്ണിൽ പൊടിയിടൽ മാത്രമാണ്. നിയമനങ്ങൾ ഒഴിവുകൾ നികത്താതെ ഇത്തരത്തിൽ ചെയ്തിട്ട് എന്ത് കാര്യമെന്ന ചോദ്യമാണ് പ്രതിപക്ഷം സ്വാഭാവികമായും ഉയർത്തുന്നത്. അഭിനിത, യൂത്ത് കോൺഗ്രസ് അടക്കം ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം നേരത്തെ നടത്തിയതാണ്. PSC ആസ്ഥാനത്തേക്ക് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കാരണം പല ഇടങ്ങളിലും പല വിഭാഗങ്ങളിലും, അത് അധ്യാപക നിയമനത്തിലടക്കം PSC കൃത്യമായി നിയമനം നടത്തുന്നില്ല. 1-ാം റാങ്ക് കിട്ടിയ ആൾക്ക് പോലും നിയമനം ഉണ്ടാകുന്നില്ല എന്ന ഒരു പരാതി ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനടക്കം ഇങ്ങനെ ഒരു ആക്ഷേപം ഉയർത്തുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ നിയമനങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെ പ്രായപരിധി 60ലേക്ക് ഉയർത്തുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോഴാണ് സർക്കാർ യുവാക്കൾക്ക് ആശ്വാസകരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതേസമയം തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കും എത്തണം. റോഷിപാൽ, തുടരണം.